എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ഒരു പലഹാരം ഉണ്ടാക്കി കാണിക്കാം. അതിനകത്തിലെ 3 ചേരുവകളാണ് മെയിനായിട്ട് മതി. പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഞാനൊന്ന് നന്നായിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് മുട്ട 4 എണ്ണം വേണം. പക്ഷേ ഓരോന്ന് സെപ്പറേറ്റ് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ കേടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ദേ 4 മുട്ടയും ഞാൻ എടുത്തു കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി നല്ലപോലെ പതപ്പിച്ചെടുത്തു. എന്നിട്ട് 4 ടേബിൾ സ്പൂണ് എണ്ണയോ നെയ്യോ ഇഷ്ടമുള്ളത് ഒഴിക്കണം കേട്ടോ, അത്യാവശ്യമാണ്. വാനില എസൻസ് 1 ടീസ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കണ്ടോ, അത് ഇട്ടു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും ഇട്ടു. 150 ഗ്രാം മൈദപ്പൊടി, 150 ഗ്രാം റവ, രണ്ടും സമാസമമാണ് എടുത്തിരിക്കുന്നത്. 125 ഗ്രാം കരിപ്പെട്ടി, അതാണ് ഞാൻ ഇടുന്നത്. പഞ്ചസാര വേണമെങ്കിലും ഇടാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. അതേ നന്നായിട്ട് അടിച്ചെടുത്ത് കണ്ടോ. 1 ടീസ്പൂണ് വെളിച്ചെണ്ണ എടുത്തു. നെയ്യോ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ളത് എടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ട് പുരട്ടണം. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെക്കാം കേട്ടോ. മൈക്രോവേവിനോ ഗ്യാസിലോ കുക്കറിനകത്ത് വെക്കുവോ എങ്ങനെ വേണേലും ചെയ്യാം. എങ്ങനെയായാലും നമുക്ക് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലോട്ടേ ഇത് ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് കറുത്ത മുന്തിരിങ്ങ, കുരുവില്ലാത്തതാണ് കേട്ടോ. പച്ച വേണമെങ്കിൽ പച്ച മേടിക്കാം, അവരവരുടെ ഇഷ്ടാനുസരണം. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഇത് ബേക്കറി കടകളിൽ കിട്ടും കേട്ടോ. അത് നമ്മളൊന്ന് കുറച്ചിട്ടു. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാഷ്യൂനട്ടിനെ ഞാൻ എടുത്തിട്ട് പൊട്ടിച്ച് പീസാക്കി അതിനെയും കൂടെ ഇട്ടു കണ്ടോ. എൻ്റെ കേക്ക് പാത്രം ഒരു 10-35 വർഷം പഴയതാണ് കേട്ടോ. പണ്ട് വാങ്ങിക്കാൻ കിട്ടിയപ്പോൾ വാങ്ങിച്ചത്. ഇന്നിപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സിമ്മിലേ ഇടാവൂ. 40 മിനിറ്റ് ഇടയ്ക്ക് വെച്ച് തുറക്കുകയൊന്നും ചെയ്യരുത്. 40 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് കാണിച്ചു തരാം. വളരെ തീ കുറച്ച് മതി, സിമ്മിലേ പാടുള്ളൂ. പാത്രം അവരവരുടെ കയ്യിൽ എന്ത് പാത്രമാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ തന്നെ എല്ലാ സാധനവും എടുത്തുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിക്കേ, ഭയങ്കര ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മളുടെ കേക്ക് റെഡിയായി. ഡോണറ്റ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ സിമ്മിലിട്ടിട്ട് 40 മിനിറ്റ് നേരം മതി. ഗ്യാസ് വളരെ സിമ്മിലായിരിക്കണം. കണ്ടോ ഇരിക്കുന്നേ. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മളുടെ വീട്ടിലെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം. കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ.